അമേരിക്ക-ഇറാൻ ആണവ കരാർ അന്തിമഘട്ടത്തിലെന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത്. ആക്രമണത്തിന് താല്പര്യമില്ല, കരാർ വാർത്തകളുടെ വരവോടെ എണ്ണവില ഇടിഞ്ഞെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക ചർച്ചയ്ക്കെത്തിയത് സൈനിക നടപടി അസാധ്യമായപ്പോഴാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം എത്തി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് ഈവനിങ്. അപ്പോൾ ട്രംപ് മധ്യപൂർവേഷ്യയിൽ നടത്തുന്ന ആ ഒരു സന്ദർശനത്തിലൂടെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇറാനുമായിട്ടുള്ള ഇപ്പോൾ പറയുന്നത് പോലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് സൈനിക നടപടി അസാധ്യമായപ്പോഴാണ് ഇതൊക്കെ നടന്നത് എന്ന് പറയുമ്പോഴും കുറേ വർഷങ്ങളിലേക്ക് വേണ്ട വലിയൊരു കച്ചവടത്തിലേക്ക് കണ്ണുവെച്ചുള്ള നീക്കങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്. അവിടെയും ഒരു ബിസിനസ് ദീർഘവീക്ഷണമാണ് ട്രംപ്, രാഷ്ട്രീയമായ അറിവ് കുറവാണെങ്കിലും നടത്തിയിരിക്കുന്നത് അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന, സ്മിത. ശരിക്കും ക്രിസ്റ്റിനയ്ക്ക് രാഷ്ട്രീയ അറിവ് അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ഇത്രയും അറിവ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇറാന് ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത് തന്നെ അമേരിക്കയെ സംബന്ധിച്ച ഒരു വലിയ വിജയമാണ്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കുന്നതിന്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞുവെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദുബായിലേക്കുള്ള യാത്രാമധ്യേ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയത്. ന്യൂക്ലിയർ ഡീൽ ഉറപ്പാക്കുവാനുള്ള ഡീലിൽ തത്വത്തിൽ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ദീർഘകാല സമാധാനത്തിനായുള്ള വളരെ ഗൗരവപൂർണമായ ചർച്ചകളാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. വളരെ നല്ല രീതിയിൽ ഇതിനൊരു റിസൾട്ട് കൊണ്ടുവരിക എന്നതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം അത് ആക്രമണത്തിന്റെയാണ്. അത് ഒഴിവാക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതേസമയം ഇനിയും യോജിപ്പിലെത്താൻ സാധിക്കാത്ത പല നിബന്ധനകളും ബാക്കി ഉണ്ടെന്നാണ് ഇറാൻ വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചകൾ അമേരിക്കയുമായി ഒമാനിലാണ് അവസാനിച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ ഈ രണ്ടാമത്തെ മാർഗത്തെ പറ്റി പറഞ്ഞതുകൊണ്ടായിരിക്കാം അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇറാൻ വന്നിട്ടുണ്ട്. സൈനിക നടപടി എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്കായി എത്തിയതെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. യുറേനിയം സമ്പുഷ്ടമാക്കുവാനുള്ള കഴിവ് അത് ഇറാന്റെ അവകാശമാണ്, അത് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇതിനോടകം അത് സാധിച്ചെടുത്തേനെയും എന്നാണ് ഈ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. സ്മിത, ക്രിസ്റ്റീന. ശരി, എന്തായാലും ട്രംപും സന്ദർശിക്കുന്ന പല രാജ്യങ്ങളിലെ തലവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അതിലെന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ ഞാൻ കൂടി പങ്കെടുക്കണം, ഞാനും പുടിനും നേരിട്ട് കാണാതെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ട്രംപ്.